അത് പോകുമെന്ന് പറഞ്ഞാൽ രണ്ടും കെട്ടൊരു പോകും. കാരണം അവൻ ഈ മന്ത്രിക്ക് ഒപ്പോസിച്ച് മാത്രം നടക്കണം. അവൻ രാജ്യം ഭരിക്കാനോ നാട്ടുകാരാന്നാക്കാൻ കയറിയതല്ല. അവൻ സമ്പാദിക്കണം. അവന് മന്ത്രിയാവണം, അവൻ സമ്പാദിക്കണം. അല്ലാതെ നാട്ടുകാർക്ക് വിളയിടാൻ കയറിയേക്കണമല്ല. നാണമുണ്ടെങ്കിൽ അവൻ പോവുകയല്ല. അവൻ്റെ അപ്പനെ ചെയ്ത പോലെ എവിടെ നിന്നുള്ള ബൾബെല്ലാം കൊണ്ട് എന്ത് നാറ്റിച്ചും എന്തോരും രണ്ടും കെട്ടവരെല്ലാം കൊണ്ടായിട്ട് ഇവിടെ പോയല്ല. നാണം കെട്ടായി. അത് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ നാണമില്ല. കേരള കോൺഗ്രസ് എഴുതി വെച്ചേക്കണതാണ് വലിച്ചു കീറാൻ തോന്നുന്നു എനിക്ക്. കാരണം അത്ര വൃത്തികെട്ടവരാ. അല്ലേ പോകുക സ്വന്തം തന്തേന് അല്ലേ പണി ചെയ്ത് അല്ലേ? ഈ ജനങ്ങൾ കാണുന്നെങ്കിലും ഇവന് വിചാരമില്ലല്ലോ നാണം കെട്ടവന് അല്ലേ? കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളീയ ഹോസ്പിറ്റൽ കേട്ടോ. കേരള കോൺഗ്രസ് പറഞ്ഞാൽ അത് മുങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങനെയും പറയാൻ പാടില്ല അല്ലേ? നമസ്കാരം. പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെ അതിരൂക്ഷമായി വിമർശിക്കുന്ന മന്ത്രി KP ഗണേഷ് കുമാർ താൻ വന്ന വഴികൾ മറന്നുപോയി എന്ന് മറിയക്കുട്ടിയമ്മ. ഇപ്പോൾ പത്മജ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ഗണേശൻ സ്വന്തം അച്ഛനെ തള്ളി CPM-ൽ ചേക്കേറിയ കഥ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് മറിയക്കുട്ടിയമ്മ ക്രൈമിനോട് നടത്തിയ അഭിമുഖത്തിലെ ചില വാക്കുകളാണ് വൈറലാകുന്നത്. വന്ന വഴി മറന്ന് പിണറായിയുടെ ആസനം താങ്ങുന്ന രണ്ടും കെട്ട സ്വഭാവമുള്ളയാളാണ് ഗണേഷ് കുമാർ എന്നായിരുന്നു മറിയക്കുട്ടിയമ്മ അന്ന് ക്രൈമിനോട് പറഞ്ഞത്. പിണറായിക്കൊപ്പം കൂടിയ ജോസ് കെ മാണിയെയും മറിയക്കുട്ടിയമ്മ വിമർശിച്ചു. അമ്മയുടെ വാക്കുകളിലേക്ക്. ഗണേഷ് കുമാറിനെ മന്ത്രിയൊക്കെ എന്താണ് പറയാനുള്ളത്? അതെന്താ പറയാൻ പിണറായിയുടെ തന്നെ സ്വഭാവം. കാരണം പിണറായി ഇതോടൊന്നും തന്നെയാണ് ചെയ്തേക്കണം. എൻ്റെ അപ്പന്മാരെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് ഇതൊന്നും മന്ത്രിസ്ഥാനം എടുത്ത് കളയാൻ പറഞ്ഞില്ലേ സാറേ? എന്നിട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി കളഞ്ഞില്ല. അപ്പോൾ ഇവൻ മന്ത്രിസ്ഥാനം കിട്ടാത്ത ഒരു വൈരാഗ്യം കൊണ്ടാണല്ലോ ഉമ്മൻചാണ്ടി കിട്ടിയ വേല വെച്ചത് അല്ലേ? അപ്പോൾ എന്നിട്ടല്ലേ അവനാണ് സരിതാ നായരെ കൊണ്ട് പരാതി കൊടുത്തത്. എല്ലാം ചേച്ചാ അവനെ ഒരുത്തണം. അവൻ അനുഭവിക്കാൻ പോകണുള്ളൂ, ഒന്നും ആയിട്ടില്ല. അവൻ അനുഭവിക്കാൻ പോകണുള്ളൂ. അവൻ ഈ സത്യത്തിൽ വഞ്ചനയല്ലേ ചെയ്തേ. ഈ ഉമ്മൻചാണ്ടീനെ കൊണ്ടുപോയി ഇരുത്തി ക്രൈംബ്രാഞ്ച് എല്ലാം അന്വേഷിച്ചു. എല്ലാം തെറ്റ് ചെയ്തെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ വായു മനസ്സറിയാത്ത എങ്ങനെയാണ് പറയാം? വെള്ളത്തിൽ മുക്കി കൊന്ന എനിക്കറിയാം. ഈ വെള്ളത്തിൽ ഒരു കളരെ അത് എടുത്തിട്ടില്ല. വെള്ളത്തിൽ മുക്കുമ്പോൾ എടുക്കും പറയും, കര കയറുമ്പോൾ എടുത്തില്ല എന്ന്. പിന്നെയും മുക്കും, അത് മരിച്ചും പോയി. കണ്ട അത് പുറത്ത് വന്നിട്ടില്ല. ആ ചെയ്ത ആൾ ക്യാൻസർ വന്നാണ് വെച്ചാൽ തൊണ്ണേൽ ശ്രീധരൻ എന്നായിരുന്നു പേരായ ചേരെ ശ്രീധരൻ. അതിന് അനുഭവം കൊടുത്തില്ലേ, മുക്കിക്കൊന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ KM മാണി ബാർക്കോഴ കേസിൽ നിയമസഭയിലെ അങ്ങനെക്കെതിരെ വലിയ പ്രക്ഷോഭകനായ അദ്ദേഹത്തിന്റെ മകൻ മാണിയുടെ ജോസ് കെ മാണി ഇപ്പം പിണറായിയുടെ ഒപ്പമാണ്. അത് പോകുമെന്ന് പറഞ്ഞാൽ രണ്ടും കെട്ടൊരു പോകും. കാരണം അവൻ ഈ മന്ത്രിക്ക് ഒപ്പോസിച്ച് മാത്രം നടക്കണം. അവൻ രാജ്യം ഭരിക്കാനോ നാട്ടുകാരാന്നാക്കാൻ കയറിയതല്ല. അവൻ സമ്പാദിക്കണം. അവന് മന്ത്രിയാവണം, അവൻ സമ്പാദിക്കണം. അല്ലാതെ നാട്ടുകാർക്ക് വിളയിടാൻ കയറിയേക്കണമല്ല. നാണമുണ്ടെങ്കിൽ അവൻ പോവുകയല്ല. അവൻ്റെ അപ്പനെ ചെയ്ത പോലെ എവിടെ നിന്നുള്ള ബൾബെല്ലാം കൊണ്ട് എന്ത് നാറ്റിച്ചും എന്തോരും രണ്ടും കെട്ടവരെല്ലാം കൊണ്ടായിട്ട് ഇവിടെ പോയല്ല. നാണം കെട്ടായി. അത് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ നാണമില്ല. കേരള കോൺഗ്രസ് എഴുതി വെച്ചേക്കണതാണ് വലിച്ചു കീറാൻ തോന്നുന്നു എനിക്ക്. കാരണം അത്ര വൃത്തികെട്ടവരാ. അല്ലേ പോകുക സ്വന്തം തന്തേന് അല്ലേ പണി ചെയ്ത് അല്ലേ? ഈ ജനങ്ങൾ കാണുന്നെങ്കിലും ഇവന് വിചാരമില്ലല്ലോ നാണം കെട്ടവന് അല്ലേ? കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളീയ ഹോസ്പിറ്റൽ കേട്ടോ. കേരള കോൺഗ്രസ് പറഞ്ഞാൽ അത് മുങ്ങിപ്പോവും. അതുകൊണ്ട് അങ്ങനെയും പറയാൻ പാടില്ല അല്ലേ? പറയാമോ? ജോസഫിന് പറയാൻ പറ്റിയല്ല. ജോസഫ് നല്ല മനുഷ്യനാ. ഫോൺ എൻ്റെയാണ്, അത് വരത്തില്ല. ശബ്ദം ജോസഫിൻ്റെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. പുറപ്പഴ ജോസഫിൻ്റെ വീട് എനിക്കറിയാം. അവരൊക്കെ നല്ല വീട്ടുകാരാണ്. അവർ ഇത്രയും വൃത്തികെട്ട വീട്ടിലൊന്നുമല്ല.